ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടുള്ള കേസുകളും പരാതികളും ഇനി പ്രത്യേക ബെഞ്ചായിരിക്കും ഹൈക്കോടതിയിൽ പരിഗണിക്കാൻ പോകുന്നത്. ഇതിനായി നിർണായകമായ ഇടപെടൽ വന്നിരിക്കുകയാണ് ഹൈക്കോടതിയിൽ നിന്ന്. ഇതേക്കുറിച്ചുള്ള ഏത് കേസുകളും ഇനി വിശാല ബെഞ്ച് പരിഗണിക്കും. വനിതാ ജഡ്ജി ഉൾപ്പെട്ട 5 അംഗ വിശാല ബെഞ്ചിന് രൂപം നൽകണമെന്നാണ് ഹൈക്കോടതി അറിയിച്ചത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടുന്നത് ചോദ്യം ചെയ്ത് നിർമ്മാതാവ് സജിമോൻ പാറയിൽ നൽകിയ ഹർജി പരിഗണിച്ചപ്പോഴാണ് കോടതി ഇക്കാര്യം അറിയിച്ചത്. സർക്കാർ മുദ്രവെച്ച കവറിൽ ഹൈക്കോടതിക്ക് റിപ്പോർട്ട് നൽകാൻ പോവുകയാണ്. ഈ മാസം 10 മുൻപ് റിപ്പോർട്ട് നൽകണം എന്നാണ് അറിയിച്ചിട്ടുള്ളത്. 9-ാം തീയതിയോടെ സർക്കാർ റിപ്പോർട്ട് നൽകുവാനാണ് സാധ്യത. ഇക്കാര്യം ഇന്നലെ മന്ത്രി സജി ചെറിയാൻ പറയുകയും ചെയ്തിരുന്നു. ഈ റിപ്പോർട്ടും പുതിയ ബെഞ്ചായിരിക്കും പരിഗണിക്കാൻ പോവുക. കൂടുതൽ വിവരങ്ങളുമായി ആജ്ഞ രവീന്ദ്രൻ ചേരുകയാണ് കൊച്ചിയിൽ നിന്ന്. ആജ്ഞ, ഇതേക്കുറിച്ചുള്ള മറ്റു വിവരങ്ങൾ കിട്ടിയിട്ടുണ്ടോ? ഹൈക്കോടതി ഒരു ഉത്തരവിന്റെ രൂപത്തിൽ തന്നെയല്ലേ ഇങ്ങനെ ഒരു കാര്യം നിർദ്ദേശിച്ചിരിക്കുന്നത്? അതെ മജീഷ്, ചീഫ് ജസ്റ്റിസ് ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് മുഹമ്മദ് മുസ്താഖും അതുപോലെ ജസ്റ്റിസ് എസ് മനുവും ചേർന്ന ഡിവിഷൻ ബെഞ്ചാണ് ഈ കാര്യത്തിൽ തീരുമാനം എടുത്തിരിക്കുന്നത്. വനിതാ ജഡ്ജിമാരടങ്ങുന്ന സംഘമാണ്, ഡിവിഷൻ ബെഞ്ചാണ് ഇനി മുതൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടുള്ള പരാതികൾ പരിഗണിക്കുക. അതിന് അന്തിമ തീരുമാനമെടുക്കുന്നതും ഈ ബെഞ്ച് തന്നെ ആയിരിക്കുമെന്നുള്ള കാര്യത്തിൽ വ്യക്തമായിരിക്കുകയാണ്. മഞ്ജുഷ് സൂചിപ്പിച്ചതുപോലെ ഈ വരുന്ന 10-ാം തീയതിക്ക് മുൻപാകെ ഇതുവരെ എഡിറ്റഡ് അല്ലാത്ത നീക്കം ചെയ്ത ഭാഗങ്ങൾ ഉൾപ്പെടെയുള്ള ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പൂർണ്ണ രൂപത്തിൽ തന്നെ സർക്കാർ ഹൈക്കോടതിയിൽ സമർപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. 9-ാം തീയതിയോടുകൂടി, അതായത് 9-ാം തീയതി 10-ാം തീയതിക്ക് മുൻപ് ഹൈക്കോടതിക്ക് മുൻപാകെ ഇക്കാര്യം സമർപ്പിക്കണമെന്നാണ് ആവശ്യപ്പെട്ടിരുന്നത്. ഇതേ തുടർന്ന് ഇനി മുതൽ ഹേമ കമ്മിറ്റി, അതായത് 10-ാം തീയതിക്ക് ശേഷം ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ പരാതികളും ഇത്തരത്തിൽ ഈ ഡിവിഷൻ ബെഞ്ച് തന്നെ ആയിരിക്കും തീരുമാനമെടുക്കുക. ഡിവിഷൻ ബെഞ്ച് ആയിരിക്കും പരിഗണിക്കുക എന്നുള്ള കാര്യമാണ്. ഇക്കാര്യത്തിൽ കൂടുതൽ, അത് നിയമപരമായി ഇക്കാര്യത്തിൽ കൂടുതൽ സുതാര്യത വന്നു എന്ന് വേണം. അതുകൊണ്ട് തന്നെ ഈ ഒരു നീക്കം, ഈ ഒരു ഉത്തരവ് അങ്ങേയറ്റം ആശ്വാസകരമാണ് എന്നുള്ള കാര്യം കൂടി വ്യക്തമാകുന്നുണ്ട്. കാരണം ദിനംപ്രതി ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം ദിനംപ്രതി ഓരോ സ്ത്രീകൾ ലൈംഗിക അതിക്രമം നേരിട്ട കഥകൾ, അല്ലെങ്കിൽ വർഷങ്ങൾക്ക് മുൻപ് തന്നെ 10-12 വർഷം മുൻപ് തന്നെ നേരിട്ടുള്ള സാഹചര്യങ്ങളൊക്കെ വെളിപ്പെടുത്തി സധൈര്യം മുന്നോട്ട് വന്നിരിക്കുന്ന സാഹചര്യം കൂടി ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്ന ശേഷം ഉണ്ടായി. ആ ഒരു സാഹചര്യം പരിഗണിച്ചാണ് പിന്നീട് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഉണ്ടായത്. ഈ ടീമിന്റെ മുന്നിലേക്ക് വരുന്ന പരാതികളാകട്ടെ അലൻസിയറുടേതും അതല്ലെങ്കിൽ രഞ്ജിത്തിന്റേതും ഉൾപ്പെടെയുള്ള കേസുകൾ വളരെ മുൻപ് തന്നെ ഇത്തരം ലൈംഗിക അതിക്രമത്തിന് ഇരയാവുകയോ അതല്ലെങ്കിൽ ലൈംഗിക അതിക്രമ ശ്രമങ്ങൾ നടക്കുകയോ ചെയ്തിരിക്കുന്ന സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരം പരാതികൾ മുന്നോട്ട് വെക്കാൻ, ആർജവം കാണിക്കാൻ സ്ത്രീകൾക്ക് കരുത്തു നൽകുന്ന ഒരു സാഹചര്യം കൂടി ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്ന സമയത്തുണ്ടായി. സജിമോൻ പാറയിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വിടരുത് എന്നാവശ്യപ്പെട്ടുകൊണ്ട് നൽകിയ ഹർജിയുടെ തുടർവാദത്തിനിടെയാണ് ഇത്തരത്തിൽ ഒരു ഉത്തരവിനെ പറ്റി പുറത്ത് ഹൈക്കോടതി പ്രസ്താവിക്കുന്ന സാഹചര്യമുണ്ടായത്. സജിമോൻ പാറയിൽ തന്നെ, അതായത് ഇതിൽ മൊഴി നൽകിയ സ്ത്രീകളുടെ ജീവഹാനി വരെ ഉണ്ടാകാം, ജീവന് സുരക്ഷ ഇല്ലാതാകുന്ന സാഹചര്യം വരെ ഉണ്ടാകാം എന്ന് കാണിച്ചുകൊണ്ടായിരുന്നു ഹൈക്കോടതിയിൽ ഹർജി നൽകിയത്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട, അതായത് മൊഴിയുമായി ബന്ധപ്പെട്ടുള്ള ആളുകളുടെ പേര് വിവരങ്ങൾ പുറത്തു വരരുത്, അല്ലെങ്കിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരുന്നതുമായി ഭയപ്പാടോടെ കണ്ടിരുന്ന ഒരു വിഭാഗം കൂടി ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം കൂടി മാനിച്ചുകൊണ്ടായിരുന്നു അത്തരത്തിലുള്ള ഹർജികൾ ആ കാലഘട്ടത്തിൽ വന്നിരുന്നത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നാലുണ്ടാകുന്ന ദൂഷ്യഫലങ്ങൾ എന്തൊക്കെയാണ് എന്ന് വിവരിച്ചുകൊണ്ടുള്ള ഹർജികളായിരുന്നു. പക്ഷേ എന്തായാലും ഇത്തരം ഒരു തുടർ ഹർജി പരിഗണിക്കുമ്പോഴാണ് ആക്ടിംഗ് ചീഫ് ജസ്റ്റിസിന്റെ നേതൃത്വത്തിലുള്ള ബെഞ്ച് ഇത്തരത്തിലൊരു പ്രസ്താവന ശരി ആജ്ഞ, എന്തായാലും ഹൈക്കോടതിയിൽ നിന്ന് നിർണായകമായ ഒരു നിർദ്ദേശമാണ് വന്നിരിക്കുന്നത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് കൂടുതൽ പരാതികൾ ഉണ്ടാകും എന്നും ഹൈക്കോടതി ഇപ്പോൾ കണക്ക് കൂട്ടുന്നുണ്ട്. അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് അതിൽ ഏതൊക്കെ കാര്യങ്ങൾ, ഏതൊക്കെ കേസുകൾ ഉണ്ടെന്ന കാര്യത്തിൽ ഹൈക്കോടതിയിൽ നിന്ന് കൃത്യമായ ഒരു നിർദ്ദേശം വന്നാൽ മാത്രമേ അറിയുവാൻ കഴിയുകയുള്ളൂ. ഇങ്ങനെയൊരു ബെഞ്ച് രൂപീകരിക്കുന്നതിനെ കുറിച്ച് ഇപ്പോൾ ഹൈക്കോടതി ആലോചിക്കുകയാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അത് ഉടൻ തന്നെ അങ്ങനെ ഒരു ബെഞ്ച് രൂപീകരിക്കുവാനുള്ള എല്ലാ തീരുമാനത്തിലേക്കും ഹൈക്കോടതി പോവുകയാണ് എന്ന കാര്യം ഉറപ്പായിരിക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ ഈ ബെഞ്ചിലേക്കായിരിക്കും സർക്കാർ ഈ മാസം 10 മുൻപ് കൊടുക്കാൻ പോകുന്ന മുദ്രവെച്ച കവറിലുള്ള ഹേമ കമ്മിറ്റി റിപ്പോർട്ടും വരിക. ആ ബെഞ്ച് തന്നെയായിരിക്കും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പരിഗണിക്കുക. അതിന്മേൽ എന്തായിരിക്കും തുടർ നടപടികൾ എന്ന് തീരുമാനിക്കുക. അതോടൊപ്പം തന്നെ നിലവിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ കുറേയേറെ ഭാഗങ്ങൾ പുറത്തു വന്നതിന് ശേഷം നിരവധി പരാതികൾ
പോലീസിന് മുൻപാകെയും സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേറ്റീവ് ടീമിനും കിട്ടിയിട്ടുണ്ട്. ആ പരാതികളും ഈ ബെഞ്ചിലേക്കാണോ വരിക എന്നുള്ളത് ഹൈക്കോടതിയിൽ നിന്ന് കൃത്യമായ ഒരു നിർദ്ദേശം വന്നതിന് ശേഷം അറിയാൻ കഴിയും. മിക്കവാറും ഇക്കാര്യങ്ങളെല്ലാം പ്രത്യേക ബെഞ്ചിലായിരിക്കും വരിക. പ്രത്യേക സാഹചര്യത്തിൽ ഹൈക്കോടതിയിൽ ഇത്തരത്തിലുള്ള പ്രത്യേക ബെഞ്ചുകൾ രൂപീകരിക്കാറുണ്ട്. ഉദാഹരണത്തിന് മൂന്നാർ കയ്യേറ്റ സമയത്ത് ആ കേസുകൾ മാത്രമായി പരിഗണിക്കുന്നതിന് വേണ്ടി പ്രത്യേക ബെഞ്ച് രൂപീകരിക്കുകയും വാദം കേൾക്കുകയും വിധി പ്രസ്താവിക്കുകയും ഉണ്ടായിരുന്നു. അങ്ങനെ ആ രീതിയിൽ സമാനമായ രീതിയിലാണ് ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടുള്ള പരാതികളും കേസുകളും വരുന്നത് പരിഗണിക്കുന്നതിന് വേണ്ടി പ്രത്യേക ബെഞ്ചായിരിക്കും നല്ലത് എന്ന് ഹൈക്കോടതി ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഉടൻ തന്നെ ഈ ബെഞ്ചിന്റെ രൂപീകരണം ഉണ്ടാകും. ഒരു വനിതാ ജഡ്ജിയും ഈ ബെഞ്ചിൽ ഉണ്ടാകും എന്ന കാര്യം ഉറപ്പാണ്. അതേസമയത്ത് തന്നെയാണ് ഇന്ന് സുപ്രധാനമായ ചില വിധികൾ വരാൻ പോകുന്നത്. മുൻകൂർ ജാമ്യാപേക്ഷ മുകേഷും ഇടവേള ബാബുവും നൽകിയിട്ടുണ്ട്. ഈ രണ്ട് മുൻകൂർ ജാമ്യാപേക്ഷകളിലും ഇന്ന് വിധി വരാൻ പോവുകയാണ്. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയായിരിക്കും ഈ കേസുകളിൽ വിധി പറയുക. മറ്റൊരു ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് തനിക്കെതിരെ ആരോപണം ഉന്നയിച്ച യുവതിക്കെതിരെ നിവിൻ പോളി DGPക്ക് പരാതി നൽകും. നിയമ പോരാട്ടവുമായി മുന്നോട്ട് പോകുമെന്ന് കഴിഞ്ഞ ദിവസം നിവിൻ പോളി പറഞ്ഞിരുന്നു. യുവതി ഉന്നയിച്ചിരിക്കുന്ന ആരോപണങ്ങൾ തെറ്റാണെന്നാണ് നിവിൻ പോളിയുടെ വാദം. അതിനാൽ തന്നെ DGPക്ക് പരാതി നൽകുവാനാണ് നിവിൻ പോളി തീരുമാനിച്ചിരിക്കുന്നത്. ഗൂഢാലോചന ഉണ്ടെന്നാണ് നിവിൻ പോളി പറയുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ഡാനി പോൾ ചേരുകയാണ്. ഡാനി, മുകേഷിന് ഏറെ നിർണായകമാണ്. കഴിഞ്ഞ ദിവസം രഞ്ജിത്തിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ തീർപ്പാക്കിയിരുന്നു ഹൈക്കോടതി. അതിൽ പ്രോസിക്യൂഷൻ തന്നെ പറഞ്ഞിരുന്നു മുൻകൂർ ജാമ്യം കിട്ടാവുന്ന വകുപ്പേ ചുമത്തിയിട്ടുള്ളൂ എന്ന്. അതുമാത്രമല്ല ഇത്രയും വർഷങ്ങൾക്ക് മുൻപ് നടന്ന സംഭവം എന്ന കാര്യവും പ്രോസിക്യൂഷൻ പറഞ്ഞിരുന്നു. പക്ഷേ മുകേഷിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ജാമ്യം കൊടുക്കരുതെന്ന് എന്നാണ് പ്രോസിക്യൂഷൻ പറഞ്ഞിരിക്കുന്നത്. അതിനാൽ തന്നെ നിർണായകമായിരിക്കുമല്ലോ കോടതിയിൽ നിന്നുള്ള വിധി. അതുമാത്രമല്ല റേപ്പ് ചാർജും ഉണ്ടല്ലോ മുകേഷിനും ഇടവേള ബാബുവിനുമെതിരെ. കോടതി ഉച്ചയ്ക്ക് ശേഷം വിധി പ്രസ്താവത്തിലേക്ക് കടക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത് അടച്ചിട്ട കോടതി മുറിയിൽ നടക്കുന്നതാണ്. കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് വാദം തുടരുകയായിരുന്നു. 2 ദിവസങ്ങളിലായിട്ട് വാദം നടക്കുകയായിരുന്നു. ഇന്ന് വിധി പ്രസ്താവം ഏതായാലും രാവിലെ വരെയുള്ള സെഷനുകളിൽ ഉണ്ടായില്ല. കേസ് എടുത്തിട്ടില്ല. ഉച്ചയ്ക്ക് ശേഷം കേസ് എടുക്കുകയും പിന്നീട് അത് വിധി പ്രസ്താവത്തിലേക്ക് കടക്കുകയും ചെയ്യുമെന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. ഇതിൽ പ്രധാനപ്പെട്ടത് നടന്മാർക്ക് എതിരെ ചുമത്തിയിട്ടുള്ള വകുപ്പുകളെല്ലാം തന്നെ വളരെ കടുപ്പമുള്ള വകുപ്പുകൾ തന്നെയാണ്. എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിലായി ഇവർ സമർപ്പിച്ചിരിക്കുന്ന ചില രേഖകൾ വസ്തുതകളെല്ലാം തന്നെയുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളിൽ വിശദമായൊരു പരിശോധന കോടതി നടത്തിയിട്ടുണ്ട് എന്നാണ്. പ്രത്യേകിച്ച് മുകേഷ് സമർപ്പിച്ച ചില ഡിജിറ്റൽ തെളിവുകൾ അടക്കമുള്ള കാര്യങ്ങളുണ്ട്. അത്തരം കാര്യങ്ങളിൽ മുകേഷ് പറയുന്നത് തന്നെ തന്റെ നിരപരാധിത്വം ബോധ്യപ്പെടുത്താനായിട്ട് തനിക്ക് സാധിക്കുമെന്നാണ് മുകേഷ് പറഞ്ഞിരുന്നത്. അത്തരം തെളിവുകൾ അഭിഭാഷകൻ മുഖേന കോടതിക്ക് സീൽ ചെയ്ത കവറിൽ സമർപ്പിച്ചിട്ടുണ്ട്. കോടതി ഈ ദിവസങ്ങളിൽ അത് പരിശോധിക്കുകയും ചെയ്തിട്ടുണ്ട്. ഒപ്പം തന്നെ ഇടവേള ബാബുവിന്റെ ജാമ്യ ഹർജിയും വന്നിട്ടുണ്ട്. ഇടവേള ബാബുവും ഇതേ രീതിയിൽ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. തനിക്കെതിരെയുള്ള ആസൂത്രിതമായ ബോധപൂർവമായ ഗൂഢാലോചനയാണ് ഇക്കാര്യത്തിലുള്ളത്. കെട്ടിച്ചമക്കലുകളാണ് ഈ ഒരു പരാതിക്ക് പിന്നിലുള്ളത് എന്നതാണ് ഇടവേള ബാബുവും ബോധിപ്പിച്ചിട്ടുള്ളത്. അതോടൊപ്പം അഡ്വക്കേറ്റ് VS ചന്ദ്രശേഖരൻ അദ്ദേഹത്തിന്റെ ജാമ്യ ഹർജിയും പരിഗണിക്കപ്പെട്ടിരുന്നു. ഇതിലെല്ലാമായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് വാദം നടന്നത്. ഈ 3 ഹർജികളിലും ഇന്ന് ഉച്ചയ്ക്ക് ശേഷം വിധി പ്രസ്താവത്തിലേക്ക് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി കടക്കും. നേരത്തെ ഇതിൽ മണിയൻപിള്ള രാജുവിന്റെയും ജാമ്യ ഹർജി ഉണ്ടായിരുന്നു. അതിൽ പക്ഷേ വകുപ്പുകൾ പ്രകാരം അത് കോടതിയിൽ നിന്ന് മുൻകൂർ ജാമ്യം തേടേണ്ടതില്ല. അത് സ്റ്റേഷനിൽ ഹാജരാകുകയും സ്റ്റേഷനിൽ നിന്ന് ജാമ്യം എടുക്കാവുന്ന ഒരു രീതിയിലുള്ള വകുപ്പുകളുമാണുള്ളത്. അതുകൊണ്ട് കോടതിയിലേക്ക് അത് പരിഗണിക്കേണ്ടതില്ല എന്നൊരു നിലപാടിലേക്കാണ് എത്തിയത്. എന്തായാലും ഈ കാര്യങ്ങളെല്ലാം തന്നെ ഈ ഹേമ കമ്മിറ്റി സംബന്ധിയായ കാര്യങ്ങളിൽ ഇപ്പോൾ പരാതികൾ ഉയരുകയും അന്വേഷണം നടക്കുകയും ചെയ്യുമ്പോൾ അതിൽ അന്വേഷണ ഉദ്യോഗസ്ഥർ തന്നെ ഒരു നിലപാട് കോടതി എന്ത് പറയുന്നു എന്നതെല്ലാം തന്നെ അത് നിരീക്ഷിക്കുകയാണ്. കോടതിക്ക് കൃത്യമായ രീതിയിൽ കോടതിയുടെ ഒരു ഇടപെടൽ എന്താണ് എന്നതെല്ലാം തന്നെയും ഇത് സംബന്ധിയായി ഉയർന്ന പരാതികളിലുള്ള പൊതു നിരീക്ഷണത്തെ തന്നെയും അത് ബാധിക്കുമെന്നത് ഉറപ്പ് തന്നെയാണ്. അതുകൊണ്ട് ഡാനിയാണ് വിവരങ്ങൾ നൽകിയത്. 2 പേർക്കെതിരെ മുകേഷിനും ഇടവേള ബാബുവിനെതിരെയും നടി രഹസ്യമൊഴി നൽകിയതാണ്. അതിനുശേഷമാണ് നടന്മാർ മുൻകൂർ ജാമ്യത്തിനായി പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയെ സമീപിച്ചത്. ഇതിൽ ജാമ്യം കൊടുക്കരുത് എന്ന് തന്നെയാണ് പ്രോസിക്യൂഷന്റെ വാദം. നിർണായകമാണ് അതുകൊണ്ട് തന്നെ ഇന്നത്തെ വിധി. അതേസമയം നടൻ ജയസൂര്യക്കെതിരായ ആരോപണത്തിൽ പരാതി നൽകിയ നടിയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തിയേക്കും. നടി തൊടുപുഴയിൽ എത്തിയിട്ടുണ്ട്. തൊടുപുഴയിലാണ് ഈ സംഭവം നടന്നത്. നേരത്തെ കരമന പോലീസായിരുന്നു കേസെടുത്തത്.
പക്ഷേ പിന്നീട് തൊടുപുഴ പോലീസിന് കൈമാറുകയായിരുന്നു. പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ പക്കൽ പരാതി എത്തിയിരുന്നു. രഹസ്യമൊഴി നൽകി കഴിഞ്ഞാലാണ് അടുത്ത നടപടിയിലേക്ക് പോലീസിന് കടക്കാൻ കഴിയുകയുള്ളൂ. 2013 തൊടുപുഴയിൽ ചിത്രീകരിച്ച സിനിമയുടെ ലൊക്കേഷനിൽ വെച്ച് ലൈംഗിക അതിക്രമം കാണിച്ചെന്നായിരുന്നു നടിയുടെ പരാതി. രഹസ്യമൊഴി നടി നൽകുവാൻ സാധ്യതയുണ്ട് ഇന്ന്. മറ്റു വാർത്തകളിലേക്ക് കടക്കുകയാണ്. PV അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾ CPM-ൽ പ്രതിഫലിച്ചു തുടങ്ങി. കഴിഞ്ഞ ദിവസം തുടങ്ങിയ ബ്രാഞ്ച് സമ്മേളനങ്ങളിലാണ് PV അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾ ചർച്ചയാകുന്നത്. പ്രധാന അജണ്ടയായി തന്നെ ബ്രാഞ്ച് സമ്മേളനങ്ങളിൽ ഈ വിഷയം ചർച്ചയ്ക്ക് വരുന്നുണ്ട്. പലതരത്തിലുള്ള വിമർശനങ്ങൾ ബ്രാഞ്ച് സമ്മേളനങ്ങളിൽ, വിവിധയിടങ്ങളിൽ നടക്കുന്ന ബ്രാഞ്ച് സമ്മേളനങ്ങളിൽ ഉണ്ടാകുന്നുമുണ്ട്. അതിലേറ്റവും പ്രധാനം കൃത്യമായ അന്വേഷണം ഈ വിഷയങ്ങളിൽ ഉണ്ടാകണം എന്നുള്ള ആവശ്യമാണ്. അതോടൊപ്പം തന്നെ ആഭ്യന്തര വകുപ്പിനെതിരായിട്ടുള്ള പരാമർശങ്ങളും സമ്മേളന പ്രതിനിധികളിൽ നിന്ന് ഉണ്ടാകുന്നുണ്ട്. അത് പലപ്പോഴും രൂക്ഷ വിമർശനമായിട്ടും വന്നിട്ടുണ്ട്. കോടിയേരി ബാലകൃഷ്ണൻ ഉണ്ടായിരുന്നുവെങ്കിൽ ഈ വിധം പാർട്ടി തകരില്ലെന്നും പ്രതിനിധികൾ പറയുന്നുണ്ട്. അതുമാത്രമല്ല, തുടർഭരണം ഉറപ്പാക്കണമെങ്കിൽ തിരുത്തലുകൾ വേണ്ടിവരുമെന്നും പ്രതിനിധികൾ പറയുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾ VV അരുൺ നൽകും. പാർട്ടി സമ്മേളനങ്ങൾ ആരംഭിച്ച ഉടനെ PV അൻവർ തൊടുത്തുവിട്ട ആരോപണ മുന കൃത്യമായി തന്നെ എത്തേണ്ടിടത്ത് എത്തുകയാണ്. എന്തുകൊണ്ട് PV അൻവറിന്റെ ആരോപണങ്ങൾ CPM രാഷ്ട്രീയത്തിൽ വലിയ ചലനങ്ങളുണ്ടാക്കും എന്നതിന് തെളിവായി മാറുകയാണ്. ബ്രാഞ്ച് സമ്മേളനം മുതൽ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചാ വിഷയമായി സമ്മേളനങ്ങളിലെ ചർച്ചകളിലെ മുഖ്യ അജണ്ടയായി PV അൻവറിന്റെ ആരോപണങ്ങൾ മാറുകയാണ്. അൻവറിന്റെ ആരോപണങ്ങളുടെ നിജസ്ഥിതി അന്വേഷിക്കണം, കൃത്യമായ പരിശോധന വേണമെന്ന അഭിപ്രായം CPM-ന്റെ ബ്രാഞ്ച് സമ്മേളനങ്ങളിൽ ഉയർന്നു വരുന്നു. അത് പരിശോധിച്ച് അൻവർ പറയുന്നതിൽ വസ്തുതയുണ്ടെന്ന ബോധ്യം പൊതുസമൂഹത്തിനുണ്ട്. അതുകൊണ്ട് തന്നെ അത് കൃത്യമായ പരിശോധന നടത്തി അതിന്റെ നിജസ്ഥിതി ജനങ്ങളെ അറിയിക്കണം, പാർട്ടിയിൽ റിപ്പോർട്ട് ചെയ്യണമെന്ന ആവശ്യമാണ് പ്രധാനമായും ബ്രാഞ്ച് സമ്മേളനങ്ങൾ ഉയർന്നത്. മാത്രമല്ല, നേരത്തെയൊക്കെ തെറ്റിദ്ധ രേഖയുടെ ചർച്ച നടക്കുന്ന വേളയിലൊക്കെ ഉള്ളതുപോലെ മുഖ്യമന്ത്രിക്കെതിരെ, മുഖ്യമന്ത്രി ഓഫീസിനെതിരെ അതിരൂക്ഷമായ വിമർശനമാണ് CPM-ന്റെ ബ്രാഞ്ച് സമ്മേളനങ്ങളിലും ഈ തുടക്കത്തിൽ ഉണ്ടാകുന്നത്. മുഖ്യമന്ത്രിയുടെ ഓഫീസ്, പ്രത്യേകിച്ച് ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന വിഭാഗമൊക്കെ വലിയ വീഴ്ചയാണ് വരുത്തുന്നത്. പോലീസിനെ കയറൂരി വിട്ടിരിക്കുന്ന അനുഭവം പൊതുവിൽ ഉണ്ട്. കൃത്യമായ നിയന്ത്രണമില്ലെങ്കിൽ തുടർഭരണം എന്നത് സ്വപ്നമായി അവശേഷിക്കും തുടങ്ങിയ വിമർശനങ്ങളാണ് മുഖ്യമന്ത്രിക്കും അദ്ദേഹത്തിന്റെ ഓഫീസിനുമെതിരെ ഉയരുന്നത്. അതായത് കൃത്യം അൻവറിന്റെ ലക്ഷ്യം എന്തായിരുന്നുവെന്ന് ഈ തുടക്കത്തിൽ തന്നെ CPM-ന്റെ സമ്മേളന കാലത്ത് തുടക്കത്തിൽ തന്നെ വ്യക്തമാവുകയാണ്. CPM സമ്മേളനങ്ങൾ ലക്ഷ്യമിട്ട് ഉയർത്തിവിട്ട ഒരു ആരോപണം അത് തുടക്കത്തിൽ അതേ രീതിയിൽ പാർട്ടിയിൽ പ്രതിഫലിക്കുന്നു. മേൽ കമ്മിറ്റികളിലേക്കുള്ള സമ്മേളനങ്ങൾ വരുമ്പോൾ, പ്രത്യേകിച്ച് ലോക്കൽ സമ്മേളനം, അതിനുശേഷം ഏരിയ സമ്മേളനങ്ങളും ജില്ലാ സമ്മേളനങ്ങളും ഒക്കെ ആകുമ്പോൾ വലിയ ചർച്ചയായി ഇത് മാറുമെന്ന ഉറപ്പാണ്. CPM-നെ അത് വലിയ രീതിയിൽ പ്രതിരോധത്തിലാക്കുന്നു. അത് മുൻകൂട്ടി കണ്ടുള്ള അറിഞ്ഞുള്ള നടപടികൾ CPM-ന്റെ ഭാഗത്ത് ഉണ്ടാകുമെന്നാണ് പൊതുവിൽ പ്രതീക്ഷിക്കപ്പെടുന്നത്. നാളെയാണ് CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം. ഇടത് MLA പാർട്ടി സ്വതന്ത്രനായി മത്സരിച്ച് വിജയിച്ച PV അൻവറിന്റെ ആരോപണങ്ങൾ, അത് പാർട്ടി സെക്രട്ടറിക്ക് രേഖാമൂലം നൽകിയ പരാതി, അത് CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചർച്ച ചെയ്യുമെന്ന് ഉറപ്പാണ്. വളരെ നിർണായകമായ രാഷ്ട്രീയ ദിനങ്ങളിലൂടെയാണ് CPM കടന്നുപോകുന്നത്. ബ്രാഞ്ച് സമ്മേളനങ്ങളിലെ മറ്റൊരു പ്രത്യേകത സ്വാഭാവികമായും കോടിയേരി ബാലകൃഷ്ണൻ എന്ന നേതാവിന്റെ അഭാവത്തിന് ശേഷം CPM ഒരു പാർട്ടി സമ്മേളന കാലയളവിലേക്ക് കടക്കുകയാണ്. ആ സമ്മേളനങ്ങളിലൊക്കെ സംസാരിക്കുന്നവർ പറയുന്നത് കോടിയേരി ബാലകൃഷ്ണൻ ഉണ്ടായിരുന്നുവെങ്കിൽ ഇത്ര വലിയ പരിതാപകരമായ അവസ്ഥയിലേക്ക് പാർട്ടി സംവിധാനങ്ങൾ പോകില്ലായിരുന്നു, പാർട്ടിക്ക് ഇത്രയധികം പ്രതിരോധത്തിലേക്ക് പോകേണ്ട ആവശ്യമില്ല എന്ന ഒരു അഭിപ്രായം കൂടി പൊതുവിൽ പാർട്ടി സമ്മേളനങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. PV അൻവർ ഉന്നയിച്ച ആരോപണങ്ങളിൽ മുഖ്യമന്ത്രി രാജിവെക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള യൂത്ത് കോൺഗ്രസിന്റെ മാർച്ച് ഇന്ന് പല സ്ഥലങ്ങളിലും നടക്കുകയാണ്. സെക്രട്ടേറിയറ്റ് മുന്നിലേക്ക് അല്പസമയത്തിനകം മാർച്ചുണ്ടാകും. ഇപ്പോൾ കാണുന്നത് കോട്ടയത്ത് SP ഓഫീസിലേക്ക് നടക്കുന്ന മാർച്ചാണ്. അതിലിപ്പോൾ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചിരിക്കുകയാണ്. പത്തനംതിട്ടയിലും യൂത്ത് കോൺഗ്രസിന്റെ മാർച്ച് നടക്കുന്നുണ്ട്. അവിടെയും പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. ഏറ്റവും വലിയ മാർച്ച് ഇന്ന് യൂത്ത് കോൺഗ്രസ് സംഘടിപ്പിക്കുന്നത് തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിലേക്കാണ്. അതിൽ സംസ്ഥാന നേതാക്കളും പങ്കെടുക്കും. അല്പസമയത്തിനകം സെക്രട്ടേറിയറ്റിന് മുന്നിലേക്കുള്ള മാർച്ച് നടക്കും. കഴിഞ്ഞ ദിവസങ്ങളിൽ തുടങ്ങിയ മാർച്ച് ഇന്ന് കൂടുതൽ ശക്തമാക്കുവാനാണ് യൂത്ത് കോൺഗ്രസ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അതിനാലാണ് ഇന്ന് സംസ്ഥാനത്തിന്റെ എല്ലാ ജില്ലകളിലും മാർച്ച് സംഘടിപ്പിച്ചിട്ടുള്ളത്. യൂത്ത് കോൺഗ്രസ് SP ഓഫീസുകളിലേക്കും കമ്മീഷണർ ഓഫീസുകളിലേക്കുമാണ് ഇന്ന് യൂത്ത് കോൺഗ്രസ് മാർച്ച് നടത്തുന്നത്. ഇപ്പോൾ കോട്ടയത്ത് നിന്നുള്ള ദൃശ്യങ്ങളാണ് കാണുന്നത്.
യൂത്ത് കോൺഗ്രസിന്റെ മാർച്ച് തൃശൂരിലും SP ഓഫീസിലേക്കാണ് യൂത്ത് കോൺഗ്രസ് മാർച്ച് നടത്തുന്നത്. അവിടെയാണ് ഇപ്പോൾ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചിരിക്കുന്നത്. ഇപ്പോൾ കോട്ടയത്തും തൃശൂരിലും പത്തനംതിട്ടയിലും യൂത്ത് കോൺഗ്രസിന്റെ മാർച്ച് നടന്നിരുന്നു. മറ്റ് ജില്ലകളിലും യൂത്ത് കോൺഗ്രസ് ഇന്ന് മാർച്ച് നടത്തും. തിരുവനന്തപുരത്തെ മാർച്ച് അല്പസമയത്തിനകം തുടങ്ങും. അതിലാണ് കൂടുതൽ പ്രവർത്തകരും നേതാക്കളും പങ്കെടുക്കുന്നത്. ഇപ്പോൾ കാണുന്ന ദൃശ്യം തൃശൂരിൽ നിന്നുള്ളതാണ്. തൃശൂരിൽ മാർച്ച് പോലീസ് തടഞ്ഞിരിക്കുകയാണ്. ബാരിക്കേഡ് മറിച്ചിടാൻ ശ്രമം നടന്നിരുന്നു. പക്ഷേ പോലീസ് ഇപ്പോൾ ജലപീരങ്കി പ്രയോഗിച്ചിരിക്കുകയാണ് പ്രവർത്തകർക്ക് നേരെ. മൂന്നിടങ്ങളിലെ യൂത്ത് കോൺഗ്രസിന്റെ മാർച്ചാണ് ഇപ്പോൾ കാണുന്നത്. വലിയ സ്ക്രീനിൽ കാണുന്നത് ഇപ്പോൾ കോട്ടയത്തെ തത്സമയ ദൃശ്യങ്ങളാണ്. കോട്ടയത്തെ തൃശൂരിലെ യൂത്ത് കോൺഗ്രസിന്റെ മാർച്ചാണ് വലിയ സ്ക്രീനിൽ കാണുന്നത്. ബാക്കി രണ്ടിടത്ത് കോട്ടയത്തും പത്തനംതിട്ടയിലും യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ചുകളാണ്. പത്തനംതിട്ടയിൽ അക്രമാസക്തമായിരുന്നു യൂത്ത് കോൺഗ്രസിന്റെ SP ഓഫീസ് മാർച്ച്. കോട്ടയത്തും തൃശൂരിലും പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. ഈ മൂന്നിടങ്ങളിലും യൂത്ത് കോൺഗ്രസിന്റെ മാർച്ചിൽ വലിയ പ്രവർത്തകരുടെ പങ്കാളിത്തം ഉണ്ടായിരുന്നു. ബാരിക്കേഡ് മറച്ചിടുവാനുള്ള ശ്രമം നടന്നിരുന്നു തൃശൂരിൽ. കോട്ടയത്ത് വീണ്ടും ജലപീരങ്കി പ്രയോഗം. തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കോട്ടയത്ത് നിന്ന് കാണുന്നത്. പോലീസ്
അവസാനിപ്പിക്കുന്നത് വരെ ഞങ്ങൾ ഈ പ്രതിഷേധം തിരുവനന്തപുരത്തെ പ്രതിഷേധ മാർച്ച് തുടങ്ങിയിരിക്കുകയാണ്. യൂത്ത് കോൺഗ്രസിന്റെ സെക്രട്ടേറിയറ്റ് മാർച്ചാണ് തിരുവനന്തപുരത്ത്. ഇപ്പോൾ അല്പസമയത്തിനകം സെക്രട്ടേറിയറ്റ് മാർച്ച് എത്തിച്ചേരും, സെക്രട്ടേറിയറ്റിന് മുന്നിൽ എത്തിച്ചേരും. പിണറായി വിജയൻ രാജിവെക്കുക മുഖ്യമന്ത്രി പദവിയിൽ നിന്ന് എന്നുള്ളതാണ് യൂത്ത് കോൺഗ്രസിന്റെ ആവശ്യം. ഇന്ന് സംസ്ഥാന വ്യാപകമായി യൂത്ത് കോൺഗ്രസ് SP ഓഫീസുകളിലേക്കും കമ്മീഷണർ ഓഫീസുകളിലേക്കും മാർച്ച് നടത്തുകയാണ്. ഇതിൽ ഏറ്റവും വലിയ മാർച്ചാണ് തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് യൂത്ത് കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാക്കൾ ഈ മാർച്ചിൽ പങ്കെടുക്കുകയാണ്. സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് യൂത്ത് കോൺഗ്രസിന്റെ മാർച്ച് എത്തുകയാണ്. പോലീസ് ബാരിക്കേഡ് വെച്ച് യൂത്ത് കോൺഗ്രസിന്റെ മാർച്ച് തടയുന്നതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ നേതൃത്വത്തിലുള്ള യൂത്ത് കോൺഗ്രസ് മാർച്ചാണ് ഇപ്പോൾ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ എത്തിയിരിക്കുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവെക്കണം എന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചിരിക്കുന്നത്. തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ യൂത്ത് കോൺഗ്രസിന്റെ മാർച്ച് എത്തി. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ, വൈസ് പ്രസിഡന്റ് അബിൻ വർക്കി എന്നിവർ ഈ മാർച്ചിന് നേതൃത്വം നൽകുകയാണ്. കോട്ടയത്തു നിന്നുള്ള ദൃശ്യങ്ങളും കാണാം. കോട്ടയത്ത് പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. അല്പസമയം മുമ്പാണ് കോട്ടയത്ത് SP ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസിന്റെ മാർച്ച് നടന്നത്. പ്രതിഷേധിച്ച പ്രവർത്തകരെ പോലീസ് ബാരിക്കേഡ് വെച്ച് തടയുകയായിരുന്നു. ജലപീരങ്കി പലതവണ പ്രയോഗിച്ചു. ഇപ്പോൾ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കുന്നതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് ഒരു വിൻഡോയിൽ കാണുന്നത്. ആദ്യ വിൻഡോയിൽ കാണുന്നത് യൂത്ത് കോൺഗ്രസിന്റെ സെക്രട്ടേറിയറ്റ് മാർച്ചാണ്. യൂത്ത് കോൺഗ്രസിന്റെ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട മാർച്ച്, ഏറ്റവും കൂടുതൽ പ്രവർത്തക പങ്കാളിത്തമുള്ള മാർച്ച് സെക്രട്ടേറിയറ്റിന് മുന്നിലുള്ളതാണ്. ഈ മാർച്ച് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന നേതാക്കളാണ് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നത്. സെക്രട്ടേറിയറ്റിന് മുന്നിലെത്തി ബാരിക്കേഡ് വെച്ച് പോലീസ് തടഞ്ഞിരിക്കുകയാണ്. മുദ്രാവാക്യം വിളിക്കുകയാണ് യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകർ. അല്പസമയത്തിനുള്ളിൽ യൂത്ത് കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാക്കൾ ഈ മാർച്ചിൽ സംസാരിക്കും. യൂത്ത്
തിരുവനന്തപുരം, കോട്ടയം, പത്തനംതിട്ട, തൃശൂർ ഈ 4 ഇടങ്ങളിലെയും യൂത്ത് കോൺഗ്രസിന്റെ മാർച്ചിന്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. ആദ്യ വിൻഡോയിൽ കാണുന്നത് തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റ് മുന്നിലേക്കുള്ള മാർച്ചാണ്. രണ്ടാമത് തൃശൂരിലെ പത്തനംതിട്ടയിലെ മാർച്ച്. മൂന്നാമത് കാണുന്നത് കോട്ടയത്തെ മാർച്ചാണ്. കോട്ടയത്ത് പ്രവർത്തകരെ ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിക്കൊണ്ടിരിക്കുകയാണ്. നാലാമത് തൃശൂരിൽ യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധ മാർച്ച് ഇപ്പോഴും തുടരുകയാണ്. വലിയ പ്രവർത്തകരുടെ പങ്കാളിത്തം തൃശൂരിലുമുണ്ട്. ഈ 4 ഇടങ്ങളിലും യൂത്ത് കോൺഗ്രസിന്റെ മാർച്ച് മുഖ്യമന്ത്രി രാജിവെക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ളതാണ്. പത്തനംതിട്ടയിൽ മാർച്ച് അക്രമാസക്തമായിരുന്നു. ബാരിക്കേഡ് മറികടന്നുകൊണ്ട് പ്രവർത്തകർ തള്ളിക്കയറാൻ ശ്രമിച്ചതാണ് അവിടെ പോലീസും യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകരും തമ്മിലുള്ള വാക്കേറ്റത്തിനിടയാക്കിയത്. പോലീസ് ചെറിയ രീതിയിൽ ലാത്തി വീശേണ്ടി വന്നു പത്തനംതിട്ടയിൽ. തൃശൂരിലും അതുപോലെ തന്നെ കോട്ടയത്തും പ്രവർത്തകരെ പോലീസ് തടയുകയായിരുന്നു. ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് നീക്കുന്നതിന്റെ ദൃശ്യങ്ങൾ കാണാം. കോട്ടയത്ത് പോലീസ് വാഹനത്തിൽ കയറ്റി പ്രവർത്തകരെ കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളാണ് കോട്ടയത്ത് നിന്നുള്ള ദൃശ്യങ്ങളിൽ ഉള്ളത്. തൃശൂരിൽ ഇപ്പോഴും മുദ്രാവാക്യം വിളിക്കുകയാണ് യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകർ. തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ നേതാക്കൾ സംസാരിക്കാൻ പോവുകയാണ്. അതിന്റെ തത്സമയ ദൃശ്യങ്ങൾ കാണാം. ആരാധനായ നേതാക്കന്മാരെ, സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, അധോലോക സർക്കാർ രാജിവെക്കുക എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടാണ് ഇന്ന് യൂത്ത് കോൺഗ്രസ് ഈ സെക്രട്ടേറിയറ്റ് നടയിലേക്ക് ഇങ്ങനെ ഒരു മാർച്ചുമായി കടന്നു വന്നിട്ടുള്ളത്. പ്രിയപ്പെട്ടവരെ, ഞങ്ങൾ 4 കൊല്ലം മുമ്പ് ഈ സെക്രട്ടേറിയറ്റ് നടയിലേക്ക് മറ്റൊരു മാർച്ച് നടത്തിയിരുന്നു. സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിന് ബന്ധമുണ്ട് എന്നും മുഖ്യമന്ത്രിക്ക് അതിൽ പങ്കുണ്ട് എന്ന് ഞങ്ങളെന്ന് പറഞ്ഞിരുന്നു. പ്രിയപ്പെട്ടവരെ, ഈ 4 കൊല്ലം കഴിയുമ്പോ മുഖ്യമന്ത്രിയുടെ വിശ്വസ്തനായ ഭരണപക്ഷ MLA തന്നെ പറഞ്ഞിരിക്കുകയാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് നേതൃത്വം കൊടുത്തിട്ടാണ് കേരളത്തിലെ സ്വർണ്ണക്കള്ളക്കടത്ത് നടക്കുന്നത് എന്ന്. പ്രിയപ്പെട്ടവരെ, ആദ്യമായിട്ടാണോ ഈ മുഖ്യമന്ത്രിയുടെ ഓഫീസിന് നേരെ സ്വർണ്ണക്കള്ളക്കടത്ത് ആരോപണം വരുന്നത്? മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി അതിവിശ്വസ്തനായ ശിവശങ്കരൻ 112 ദിവസം ജയിലിൽ പോയത് ഇതേ സ്വർണ്ണക്കള്ളക്കടത്ത് കേസിന് വേണ്ടിയിട്ടാണ്. മുഖ്യമന്ത്രിയുടെ ജില്ലയായ കണ്ണൂരിലെ പാർട്ടി മാഫിയയാണ് സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട സ്വർണ്ണ നേതൃത്വം കൊടുക്കുന്നത് എന്ന് പറഞ്ഞത് ഡിവൈഎഫ്ഐയുടെ നേതാവായ മനു തോമസ് ആണ്. ഈ TP ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികൾ അവർ ജയിലിൽ കിടന്ന് നടത്തുന്നത് സ്വർണ്ണക്കള്ളക്കടത്താണെന്ന് പറഞ്ഞത് ഈ നാട്ടിലെ പോലീസ് ഉദ്യോഗസ്ഥരാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഭരണകക്ഷിയുടെ MLA പറയുകയാണ് ഈ മുഖ്യമന്ത്രിയുടെ കീഴിൽ വരുന്ന ലോ ആൻഡ് ഓർഡർ ADGP അജിത് കുമാറും അതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി T ശശിയും ചേർന്നാണ് ഈ സ്വർണ്ണക്കള്ളക്കടത്തിന് നേതൃത്വം കൊടുക്കുന്നത് എന്ന് പറയുമ്പോ, പ്രിയപ്പെട്ടവരെ, ഈ രാജ്യത്ത് ആകെ ഒരു മുഖ്യമന്ത്രിയാണ് ഇന്നും സ്വർണ്ണക്കള്ളക്കടത്തിൽ അന്വേഷണം നേരിടുന്നത് എന്ന് പറയുമ്പോ, ഈ അധോലോക ഗ്യാങ്ങിന്റെ പൊളിറ്റിക്കൽ ബോസ് അത് പിണറായി വിജയനാണ് എന്ന് പറഞ്ഞു വെക്കാൻ യൂത്ത് കോൺഗ്രസ് ആഗ്രഹിക്കുകയാണ്. പക്ഷേ ഞങ്ങൾക്കൊക്കെ ഇപ്പൊ അത്ഭുതം തോന്നുന്നത് അതൊന്നുമല്ല. ഇന്ത്യ രാജ്യത്ത് മറ്റേത് സംസ്ഥാനത്തും എന്തെങ്കിലും ഒരു ചെറിയ സംഭവം ഉണ്ടായാൽ അത് മണത്തറിയുന്ന കേന്ദ്ര അന്വേഷണ ഏജൻസികൾ എന്തുകൊണ്ട് കേരളത്തിലേക്ക് വരുന്നില്ല? അതിന്റെ ഉത്തരമാണ് PV അൻവർ പറഞ്ഞതും VS സുനിൽകുമാർ അടിവരയിട്ട് പറഞ്ഞതും. തൃശൂർ പൂരം കലങ്ങിയതല്ല, അത് ഈ മുഖ്യമന്ത്രി അറിഞ്ഞുകൊണ്ട് കലക്കിയതാണ് എന്ന് യൂത്ത് കോൺഗ്രസ് ഇവിടെ പറയാൻ ആഗ്രഹിക്കുകയാണ്. അതിന്റെ റിപ്പോർട്ട് 1 മാസം കൊണ്ട് പുറത്തു വരുമെന്ന് പറഞ്ഞിട്ട് 4 മാസം കഴിഞ്ഞിട്ടും പുറത്തു വന്നില്ല എന്ന് ഇടതുപക്ഷ സ്ഥാനാർത്ഥി തന്നെ പറയുമ്പോ, പ്രിയപ്പെട്ടവരെ, ADGPയെ RSS ജനറൽ സെക്രട്ടറിക്ക് കൂടിക്കാഴ്ചയ്ക്ക് വിട്ട പിണറായി വിജയനും ഈ പറയുന്ന RSSകാരും ഉണ്ടാക്കിയ സെറ്റിൽമെന്റ് ആണ്, കോംപ്രമൈസ് ആണ് തൃശൂരിൽ നടന്നത് എന്ന് പറഞ്ഞു വെക്കാൻ യൂത്ത് കോൺഗ്രസ് ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് ഈ സമരം എന്ന് പറയുന്നത് ശശിക്കെതിരെ മാത്രമല്ല,
ഈ സമരം എന്ന് പറയുന്നത് അജിത് കുമാറിനെതിരെ മാത്രമല്ല, ഈ സമരം എന്ന് പറയുന്നത് ഇവരുടെ പൊളിറ്റിക്കൽ ബോസായ അധോലോക നായകൻ പിണറായി വിജയൻ രാജിവെക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസ് ഇന്നിങ്ങനെ ഈ സമരവുമായി ബന്ധപ്പെട്ട് കടന്നു വന്നിരിക്കുന്നത്. ഈ സമരത്തിലേക്ക് കടന്നു വന്ന പ്രിയപ്പെട്ട UDF-ന്റെ കൺവീനർ ശ്രീ MM ഹസൻ അവർകളെ ഈ യോഗത്തിലേക്ക്, ഈ മാർച്ചിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ ഈ സമരത്തിന് നേതൃത്വം കൊടുക്കുന്ന പ്രിയപ്പെട്ട രാഹുൽ മങ്കൂട്ടത്തിൽ, പ്രിയപ്പെട്ടവരെ, രാഹുലിന്റെ വീട്ടിൽ നിന്ന് പോലീസ് അതിരാവിലെ രാഹുലിനെ പിടിച്ചുകൊണ്ടുവന്ന് അന്ന് ഞങ്ങൾ പറഞ്ഞതാണ്, ഈ അധോലോക സംഘം അജിത് കുമാറിന്റെയും ശശിയുടെയും അധോലോക സംഘമാണ് ഇതൊക്കെ ചെയ്യിക്കുന്നത്. ഇന്ന് അത് പുറത്തു വന്നിരിക്കുകയാണ്. അതുകൊണ്ട് അതിശക്തമായി യൂത്ത് കോൺഗ്രസിനെ മുന്നോട്ട് നയിക്കുന്ന ശ്രീ രാഹുൽ മങ്കൂട്ടത്തിലെ ഈ സമരത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇവിടെ വന്നുകൂടിയ പ്രിയപ്പെട്ട എല്ലാ സഹപ്രവർത്തകരെയും, മാധ്യമ പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവരെ സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്, ജയ് യൂത്ത് കോൺഗ്രസ്. സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ ഉപാധ്യക്ഷൻ ശ്രീ അഭിമൽ പി കോടിയാട്ട്, ശ്രീമതി ഷിബിന VK, സംഘടനാ ചുമതലയുള്ള സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി ശ്രീ ജോമോൻ ജോസ്, തിരുവനന്തപുരം ജില്ലാ യൂത്ത് കോൺഗ്രസിന്റെ സെക്രട്ടേറിയറ്റ് മാർച്ചാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ മറ്റിടങ്ങളിലും യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധ മാർച്ച് നടക്കുകയാണ്. ADGP MR അജിത് കുമാർ മുഖ്യമന്ത്രിയെ ബ്ലാക്ക്മെയിൽ ചെയ്യുകയാണെന്ന് സംശയിക്കുന്നതായി കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല. ADGPക്കെതിരായ പരാതി അദ്ദേഹത്തിന്റെ കീഴിലുള്ള ഉദ്യോഗസ്ഥരെ കൊണ്ട് അന്വേഷിപ്പിക്കുന്നത് തട്ടിപ്പാണ്. എന്തിനാണ് മുഖ്യമന്ത്രി ADGPയെ പേടിക്കുന്നതെന്നും രമേശ് ചെന്നിത്തല ചോദിച്ചു. PV അൻവർ ഉന്നയിച്ച ആരോപണങ്ങളിൽ CBI അന്വേഷണം വേണമെന്ന് KM ഷാജി. കേരള മനസാക്ഷിയെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. മുസ്ലിം ലീഗും പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്ന് KM ഷാജി പറഞ്ഞു. അൻവർ തന്നെ മെനഞ്ഞാന്ന് പത്രക്കാരെ കാണുന്ന സമയത്ത് പറഞ്ഞത്, ഞാൻ പറയുന്നത് കൊണ്ട് നിങ്ങളിത് വിശ്വസിക്കാതിരിക്കരുതെന്ന്. ഞാൻ ഇന്നലെ അത് കോട്ട് ചെയ്തിരുന്നു. എന്നുവെച്ചാൽ അൻവറിന് തന്നെ ഒരു വിശ്വാസമില്ലേ വേണ്ട. കാരണം പിന്നെ രാവിലെ എഴുന്നേറ്റ് നോക്കിയപ്പോൾ വീട്ടിന് മുമ്പിൽ കരിമ്പുലി കണ്ടു, പിന്നെ ജപ്പാനിൽ നിന്ന് വരുന്ന വെള്ളമാണ് ഇവിടെ എന്നൊക്കെ പറയുന്ന വർത്താനം തന്നെയാണ് ഇതും എന്ന് നിങ്ങൾ വിചാരിക്കേണ്ടെന്നാണ് പത്രക്കാരോട് നേരത്തെ തന്നെ അദ്ദേഹം ഒരു ജാമ്യം എടുക്കുന്ന പോലെ പറഞ്ഞിട്ടുള്ളത്. മുഖ്യമന്ത്രിയെ കണ്ടുവന്ന അൻവർ പത്രക്കാരോടാണ് ചൂടാവുന്നത്. അദ്ദേഹം പറഞ്ഞത് ഇത് കമ്മ്യൂണിസ്റ്റ് സർക്കാരാണെന്ന് ഓർക്കണമെന്നാണ്. അപ്പോൾ കഴിഞ്ഞ ആഴ്ച കമ്മ്യൂണിസ്റ്റ് സർക്കാർ കാശിക്ക് പോയിരുന്നോ, അതല്ലെങ്കിൽ പിന്നെ മസനഗുഡി വഴി ഊട്ടിക്ക് പോയോ? കഴിഞ്ഞ ആഴ്ചയും കമ്മ്യൂണിസ്റ്റ് സർക്കാരല്ലായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അൻവർ ഈ പരാക്രമങ്ങൾ നടത്തുമ്പോൾ കമ്മ്യൂണിസ്റ്റ് സർക്കാർ അല്ലായിരുന്നോ ഇവിടെ ഉണ്ടായിരുന്നത്? അത് അദ്ദേഹം വിശദീകരിക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ പറഞ്ഞത് ലക്ഷക്കണക്കിന് പാർട്ടി പ്രവർത്തകരുടെ വികാരമാണ് ഞാൻ പറയുന്നതെന്നാണ്. എന്നിട്ട് പറയുന്നത് ഞാനൊരു സഖാവാണ്. ഇതാണോ കമ്മ്യൂണിസ്റ്റ് രീതി എന്ന് പറയുന്നത്? അദ്ദേഹം പറഞ്ഞത് ഞാൻ പരാതി കൊടുത്തു, എല്ലാം തീർന്നു എന്നാണ്. എൻ്റെ ഉത്തരവാദിത്തം കഴിഞ്ഞു. പരാതി കൊടുക്കാനായിരുന്നോ കലക്ടറുടെ ഓഫീസിൻ്റെ മുമ്പിൽ പച്ചക്ക് പട്ടാപ്പകൽ ഇദ്ദേഹം കസേരട്ടിരുന്നത്? ഈ പരാക്രമങ്ങൾ മുഴുവൻ നടത്തിയത് ഇത് ആദ്യം ചെയ്യായിരുന്നല്ലോ. പാർട്ടി ഇവിടെ നേരത്തെ ഉണ്ടായിരുന്നല്ലോ, കമ്മ്യൂണിസ്റ്റ് സർക്കാർ ഇവിടെ നേരത്തെ ഉണ്ടായിരുന്നല്ലോ, പാർട്ടി സെക്രട്ടറി ഇവിടെ ഉണ്ടായിരുന്നല്ലോ, പെന്നും കടലാസും ഉണ്ടായിരുന്നല്ലോ. പിന്നെന്തേ അദ്ദേഹം ഈ പരാതി കൊടുത്തു എല്ലാ പ്രശ്നങ്ങളും തീർന്നു എന്ന സാധനത്തെ ഇത്തരം ഒരു വലിയ വിഷയത്തിലേക്ക് കൊണ്ടുവന്നത്? പാർട്ടി പ്രവർത്തകരുടെ വികാരത്തെയാണ് ഇയാൾ അഡ്രസ്സ് ചെയ്തതെങ്കിൽ അതാണോ കമ്മ്യൂണിസ്റ്റ് രീതി എന്ന് പറയുന്നത്? അങ്ങനെയാണോ? പരസ്യമായിട്ട് നാട്ടിൽ പറയുക, എന്നിട്ട് രഹസ്യമായിട്ട് മുഖ്യമന്ത്രിയും സെക്രട്ടറിയുമായി കൂടിച്ചേർന്ന് ഇത് ഒത്തുതീർപ്പാക്കുക എന്നതാണോ? അതിലും വലിയ രസമുള്ള കാര്യം അദ്ദേഹം പറയുന്നുണ്ട്, മുഖ്യമന്ത്രിയെ നിങ്ങൾക്ക് അറിയാത്തത് കൊണ്ടാണ്. അന്തസ്സുള്ള തീരുമാനമാണ് മുഖ്യമന്ത്രി എടുത്തതാണ്. എന്താ അന്തസ്സുള്ള തീരുമാനം? ADGPനെ കുറിച്ച് അന്വേഷിക്കാൻ SIക്ക് ചാർജ് കൊടുത്തു. ഭയങ്കര അന്തസ്സുള്ളതാണ്. ഇതിന് ശരിക്കും പറയേണ്ടത് അന്തംസിനുള്ള തീരുമാനം എന്നാണ്. കളിത്തോക്ക് അയച്ചു നൽകിയ യൂത്ത് ലീഗിന് മറുപടിയുമായി PV അൻവർ. കളിത്തോക്ക് നൽകിയ യൂത്ത് ലീഗിന് നന്ദി രേഖപ്പെടുത്തിയ അൻവർ ഒരു കുട്ട പച്ച നാരങ്ങ തിരിച്ചയക്കുന്നുണ്ടെന്നും പരിമിതി മാത്രമുള്ള യൂത്ത് ലീഗിന് വെള്ളം കലക്കാൻ നാരങ്ങ ഇരിക്കട്ടെ എന്നും ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നു. എല്ലാ പ്രശ്നങ്ങളെയും മുഖ്യമന്ത്രി നിയമാനുസരണം കൈകാര്യം ചെയ്യുകയാണെന്ന് മന്ത്രി V ശിവൻകുട്ടി. ഹേമ കമ്മിറ്റി, PV അൻവറിന്റെ ആരോപണങ്ങൾ തുടങ്ങിയ എല്ലാ വിഷയങ്ങളെയും അങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത്. P ശശിക്കും ADGPക്കുമെതിരായ ആരോപണങ്ങൾ അന്വേഷിക്കുകയാണെന്നും ശിവൻകുട്ടി പറഞ്ഞു. PV അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾ പാർട്ടി സമ്മേളനങ്ങളിൽ ചർച്ച ചെയ്യുമെന്ന് മന്ത്രി MB രാജേഷ്. സർക്കാർ സ്വീകരിക്കേണ്ട കാര്യങ്ങൾ മുഖ്യമന്ത്രി സ്വീകരിച്ചു. പറയാനുള്ളത് മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയും പറഞ്ഞിട്ടുണ്ടെന്നും MB രാജേഷ് പറഞ്ഞു. അക്കാര്യത്തിൽ സർക്കാർ സ്വീകരിക്കേണ്ട നടപടികളെല്ലാം മുഖ്യമന്ത്രി സ്വീകരിച്ചിട്ടുണ്ട്. പറയേണ്ട കാര്യങ്ങളെല്ലാം
മുഖ്യമന്ത്രിയും പാർട്ടി സംസ്ഥാന സെക്രട്ടറിയും LDF കൺവീനറും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഇക്കാര്യങ്ങളിൽ പറയേണ്ട എല്ലാ കാര്യങ്ങളും ഇതിനകം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. പാർട്ടി സമ്മേളനങ്ങളുടെ മുമ്പിൽ ഒരുപാട് കാര്യങ്ങൾ, രാഷ്ട്രീയമായിട്ടുള്ള കാര്യങ്ങൾ, സാർവദേശീയവും ദേശീയവുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുന്ന വേദിയാണ് പാർട്ടി സമ്മേളനം. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ നാട്ടിലെ ബ്രാഞ്ച് സമ്മേളനം മുടങ്ങി. പാർട്ടി ശക്തി കേന്ദ്രമായ മൊറാഴയിലെ 5ാം പീടികയിലെ സമ്മേളനമാണ് മുടങ്ങിയത്. അംഗൻവാടി ജീവനക്കാരെ സ്ഥലം മാറ്റിയതിൽ നേതൃത്വവുമായുള്ള തർക്കമാണ് സമ്മേളനം നിർത്തിവെക്കാൻ കാരണമെന്നാണ് വിവരം. ഇന്നലെയായിരുന്നു പാർട്ടി സമ്മേളനം നടക്കേണ്ടിയിരുന്നത്. 14 അംഗങ്ങളുള്ള ബ്രാഞ്ചിൽ ഒരാൾ പോലും സമ്മേളനത്തിന് വന്നില്ല. വിഷയത്തിൽ ലോക്കൽ കമ്മിറ്റിയോ ഏരിയ കമ്മിറ്റിയോ കൃത്യമായ ഇടപെടൽ നടത്തിയിട്ടില്ല എന്നതാണ് ബ്രാഞ്ച് കമ്മിറ്റിയുടെ പരാതി. PV അൻവറിന്റെ വെളിപ്പെടുത്തലുകളുടെ അടിസ്ഥാനത്തിൽ ADGP MR അജിത് കുമാറിനെതിരെ ക്രിമിനൽ കേസ് എടുക്കണമെന്ന ഹർജി ഹൈക്കോടതി തള്ളി. സർക്കാർ രൂപീകരിച്ച പ്രത്യേക സംഘം അന്വേഷണം തുടങ്ങുന്നതിന് മുന്നേ അന്വേഷണത്തിൽ അപാകത ആരോപിച്ചുള്ള ഹർജി അപക്വവും പ്രശസ്തി മാത്രം ലക്ഷ്യം വെച്ചുള്ളതാണെന്നും കോടതി നിരീക്ഷിച്ചു. പൊതുപ്രവർത്തകൻ ജോർജ് വട്ടക്കുളം നൽകിയ ഹർജിയാണ് ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് A. മുഹമ്മദ് മുസ്താഖ്, ജസ്റ്റിസ് S. മനു എന്നിവർ ചേർന്നുള്ള ഡിവിഷൻ ബെഞ്ച് തള്ളിയത്. കൊല്ലം ഓയൂരിൽ 6 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയ കേസ് നാളെയാണ് കോടതി പരിഗണിക്കുക. അതേസമയം അബിഗേൽ സാറയുടെ കുടുംബം ADGP MR അജിത് കുമാറിനെതിരെ ഉന്നയിച്ച ആരോപണത്തിൽ കോടതിയുടെ ഇടപെടൽ ഉണ്ടാകുമോ എന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത്. കുട്ടിയെ തട്ടിക്കൊണ്ടുപോയ സംഘത്തിൽ 4 പേരുണ്ടായിരുന്നുവെന്ന് അബിഗേലിന്റെ സഹോദരൻ അന്വേഷണ സംഘത്തോട് വെളിപ്പെടുത്തിയിരുന്നു. എന്നാൽ അത് തോന്നലാകാമെന്ന് പറഞ്ഞ് ഒതുക്കിയ പോലീസ് നടപടിക്കെതിരായാണ് വിമർശനം ഉണ്ടായിരിക്കുന്നത്. കൊല്ലം ഓയൂരിൽ നിന്ന് അബിഗേൽ സാറ റജി എന്ന 6 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയതുമായി ബന്ധപ്പെട്ട കേസ് നാളെ കോടതിയുടെ പരിഗണനയിൽ വരാനിരിക്കുകയാണ്. ക്രമസമാധാന ചുമതലയുള്ള ADGP MR അജിത് കുമാറിനെതിരെ അബിഗേലിന്റെ പിതാവ് റെജി ജോൺ ന്യൂസ് 18 നടത്തിയ വെളിപ്പെടുത്തൽ കോടതിയുടെ പരിഗണനയിൽ വരുമോ എന്ന ആകാംക്ഷ ഉണർത്തുന്ന ചോദ്യം ഉയരുന്നത്. 2 കാര്യങ്ങളിലായിരുന്നു സംശയം ഈ കുടുംബവും അതോടൊപ്പം കുടുംബവുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളും പങ്കുവച്ചുകൊണ്ടിരുന്നത്. അതിലൊന്ന്, അബിഗേലിന്റെ സഹോദരൻ ജോനാഥൻ നൽകിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലായിരുന്നു പ്രതികളായ പത്മകുമാറിന്റെയും ഭാര്യ അനിതാകുമാരിയുടെയും മകളുടെയും രേഖാചിത്രം പോലീസ് തയ്യാറാക്കിയത്. അതോടൊപ്പം വന്ന വാഹനത്തിന്റേതടക്കം കൃത്യമായ വിവരങ്ങൾ ജോനാഥൻ എന്ന കൊച്ചുകുട്ടിയായിരുന്നു പോലീസ് ഉദ്യോഗസ്ഥർക്ക് കൈമാറിയത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് തമിഴ്നാട്ടിലെ തെങ്കാശിയിൽ നിന്ന് അവർ പിടിയിലാകുന്ന സാഹചര്യം ഉണ്ടാകുകയും ചെയ്തത്. പക്ഷേ മറ്റൊരാൾ കൂടി വാഹനത്തിലുണ്ടായിരുന്നു തങ്ങളെ തട്ടിയെടുക്കാൻ ശ്രമിക്കുമ്പോൾ എന്ന് ജോനാഥൻ നൽകിയ വിവരത്തിൽ ബോധപൂർവമായി അന്വേഷണം നടന്നില്ല എന്ന ആശങ്കയാണ് കുടുംബം പങ്കുവെക്കുന്നത്. അതോടൊപ്പം ക്രമസമാധാന ചുമതലയുള്ള ADGPയോട് ഇക്കാര്യങ്ങളെക്കുറിച്ച് മാധ്യമങ്ങൾ ആവർത്തിച്ച് ചോദ്യപ്പോൾ അത് കുട്ടിയുടെ തോന്നലാകാം എന്ന ഉത്തരം മാത്രമായിരുന്നു അദ്ദേഹം നൽകിയത്. അത് കൃത്യമായി മറ്റൊരാളെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നീക്കമായിരുന്നോ എന്ന സംശയമാണ് ഇപ്പോൾ ഉയരുന്നത്. അതുകൊണ്ട് തന്നെയാണ് തങ്ങൾക്ക് ആസ്തിയില്ലാത്തത് കൊണ്ടാണ് അതുമായി ബന്ധപ്പെട്ട തുടരന്വേഷണം ആവശ്യപ്പെടാൻ തയ്യാറാകാതിരുന്നത്. കുട്ടിയെ സുരക്ഷിതയായി കണ്ടെത്തുക മാത്രമായിരുന്നു തങ്ങളുടെ മുമ്പിലുള്ള ഏക ലക്ഷ്യം. ആ ഒരു മെന്റൽ ട്രോമയിലിരുന്ന സമയത്ത് ഇത്തരം കാര്യങ്ങളെക്കുറിച്ച്, സംശയമുണർന്ന കാര്യങ്ങളെക്കുറിച്ച് മാധ്യമങ്ങളിലൂടെ പ്രതികരിക്കാനോ പോലീസിന് പരാതി നൽകാനോ കഴിയാതെ പോകുന്ന ഒരു പശ്ചാത്തലമാണ് ഉണ്ടായതെന്നും അബിഗേലിന്റെ പിതാവ് ന്യൂസ് 18 കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. അതിനിടയിലാണ് കോടതി അടുത്ത ദിവസം ഈ കേസ് പരിഗണിക്കുന്നത്. ഏതെങ്കിലും തരത്തിൽ ഈ സംശയം മുനയിൽ നിൽക്കുന്ന ഈ കുടുംബത്തിനപ്പുറത്തേക്ക് 4ാമത് ഒരാൾ കൂടി ഈ സംഭവത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതാരാണ് എന്നതിനെക്കുറിച്ച് അന്വേഷിക്കാൻ കോടതിയുടെ ഭാഗത്തുനിന്ന് ഇടപെടൽ ഉണ്ടാകുമോ എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. സാമ്പത്തിക ബാധ്യത തീർക്കുന്നതിന് വേണ്ടി മാത്രമായിരുന്നോ അവർ ഇത്തരമൊരു കുറ്റകൃത്യം നടത്തിയത്? അതിനപ്പുറത്തേക്ക് ഇതിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു സംഘടിത കുറ്റകൃത്യത്തിന്റെ ഭാഗമായി ഈ കുടുംബം പങ്കാളികളാകുകയായിരുന്നോ എന്ന കാര്യത്തിലടക്കം വലിയ തരത്തിൽ സംശയങ്ങൾ ഉയർന്നിരുന്നു. കാരണം ഉന്നത വിദ്യാഭ്യാസമുള്ള ആളാണ് പത്മകുമാർ. അദ്ദേഹത്തിന്റെ മകൾ അവർ LLB ബിരുദം പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിദ്യാർത്ഥിനിയാണ്. അങ്ങനെ ഒരാൾ വെറും ഒരു കുട്ടിയെ ഒരു ഗ്രാമപ്രദേശത്ത് തട്ടിയെടുത്ത് 10 ലക്ഷം രൂപയുടെ ബാധ്യത തീർക്കാനായിട്ടാണ് തട്ടിയെടുത്തതെന്നൊക്കെ പറയുമ്പോൾ അതിൽ ഒരുപാട് സംശയങ്ങൾ അന്നു മുതൽ തന്നെ ഉയർന്നു കേട്ടതാണ്. മാത്രവുമല്ല ഈ കുടുംബം വലിയ തരത്തിൽ സാമ്പത്തികമായി ഒരുപാട് സ്വത്തുക്കളുള്ള ഒരു കുടുംബമായിരുന്നു. ചാത്തന്നൂർ ടൗണിൽ നിന്ന് 250 മീറ്റർ മാത്രം മാറി 4000 സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു വീട് ഈ കുടുംബത്തിന്റെ പേരിലുണ്ട്. അതോടൊപ്പം പോളച്ചെറി എന്ന സ്ഥലത്ത് 6.5 ഏക്കർ വരുന്ന ഫാം ഹൌസ് ഉണ്ട്. അവിടെ തന്നെ 2 വീടുകളുണ്ട്, 2 ആഡംബര വാഹനങ്ങളുണ്ട്. ഇത്തരത്തിലുള്ള എല്ലാ സാമ്പത്തികമായ പിൻബലവും ഉള്ളപ്പോൾ
ഒരു കുട്ടിയെ തട്ടിക്കൊണ്ടുപോയി 10 ലക്ഷം രൂപയുടെ കടം തീർക്കാനായി ആ മാതാപിതാക്കളോട് വിലപേശുന്ന തന്ത്രമാണ് അവർ നടത്തിയതെന്ന് പറയുമ്പോൾ അത് അത്ര കണ്ട് പെട്ടെന്നൊന്നും ആർക്കും ബോധ്യപ്പെടുന്ന കാര്യമായിരുന്നില്ല. അവിടേക്കാണ് സംശയം ഉന്നയിച്ചുകൊണ്ട് കുട്ടിയുടെ പിതാവ് തന്നെ ഇപ്പോൾ രംഗത്തെത്തുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. എന്തായാലും കോടതിയുടെ ഭാഗത്ത് നിന്ന് എന്ത് തരത്തിലുള്ള ഇടപെടലാണ് ഈ വിഷയത്തിൽ ഇനി ഉണ്ടാകുന്നതെന്ന് അറിയാനുള്ള കാത്തിരിപ്പിലാണ് കേരളം. കൊല്ലത്ത് കുഞ്ഞിന് മുലപ്പാൽ നൽകിയില്ലെന്ന് ആരോപിച്ച് അമ്മയ്ക്ക് ഭർതൃവീട്ടുകാരുടെ മർദ്ദനം. നീണ്ടകര നീലേശ്വരം തോപ്പ് സ്വദേശിനിയെ കാലും കൈയും കെട്ടിയിട്ടാണ് മർദ്ദിച്ചത്. പ്രസവം കഴിഞ്ഞ് 27-ാം ദിവസമായിരുന്നു മർദ്ദനം. ഭർത്താവ്, ഭർത്താവിന്റെ സഹോദരൻ, ഭർതൃപിതാവ്, മാതാവ് എന്നിവർ ചേർന്നാണ് തല്ലിയത്. പരാതി നൽകിയിട്ടും ചവറ പോലീസ് കേസെടുത്തില്ലെന്ന് യുവതി പറയുന്നു. എസ് ബിനീഷ് ഉണ്ട് വിവരങ്ങളുമായി. ബിനീഷ്, ഈ പരാതി രേഖാമൂലം നൽകിയതാണോ? എന്താണ് ഈ യുവതി പറയുന്നത്? മഞ്ജുഷ, കഴിഞ്ഞ ദിവസമാണ് ഈ ഒരു സംഭവം തന്നെ പുറത്തു വരുന്നത്. കുഞ്ഞിന് പാൽ നൽകിയില്ലെന്ന് ആരോപിച്ച് 19-കാരിയായ അമ്മയ്ക്കാണ് ഭർതൃവീട്ടുകാരുടെ ക്രൂരമർദ്ദനം ഏൽക്കേണ്ടി വന്നിരിക്കുന്നത്. കൊല്ലം നീണ്ടകര നീലേശ്വരം തോപ്പ് സ്വദേശിയായ അലീനയാണ് ഇത്തരത്തിലൊരു പരാതിയുമായി വന്നിരിക്കുന്നത്. അവർക്ക് ക്രൂരമർദ്ദനം ഏൽക്കേണ്ടി വന്നതായിട്ടാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. അതുപോലെ തന്നെ കാലും കൈയും കെട്ടിയിട്ടായിരുന്നു ഇവരെ ക്രൂരമായി വീട്ടുകാർ മർദ്ദിച്ചു എന്നാണ് ഒരു ആരോപണം ഉയർന്നിരിക്കുന്നത്. പ്രസവം കഴിഞ്ഞ് ഏകദേശം 27 ദിവസം മാത്രമേ ആവുന്നുള്ളൂ എന്നാണ് ഇവർ ആരോപിക്കുന്നത്. മർദ്ദനത്തിൽ യുവതിക്ക് ശരീരമാസകലം മുറിവേറ്റ പാടുകളും ഉണ്ടായിട്ടുണ്ട്. ഭർത്താവിന്റെ സഹോദരനും ഭർതൃപിതാവും ഭർതൃമാതാവും ചേർന്നായിരുന്നു മർദ്ദിച്ചത് എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. അത്തരത്തിലുള്ള ദൃശ്യങ്ങളും ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. സംഭവത്തിൽ പരാതി നൽകിയിട്ടും ചവറ പോലീസ് കേസെടുത്തിട്ടില്ല എന്നുള്ളൊരു ഗൗരവപരമായ ഒരു ആരോപണവും ഇവർ ഉന്നയിക്കുന്നുണ്ട്. എന്തായാലും ഇത് വലിയൊരു വിഷയത്തിലേക്ക് തന്നെ നീങ്ങിയിരിക്കുന്നു. അപ്പോൾ ഇതിൽ നിന്ന് നമുക്കറിയാൻ കഴിയുന്ന വിഷയത്തിൽ ഇപ്പോൾ വനിതാ കമ്മീഷൻ അടക്കം ഇടപെട്ടതായിട്ടാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്നത്. അല്ല, ഇത് എന്തുകൊണ്ട് പോലീസ് കേസെടുത്തില്ല? അങ്ങനെ അത് എന്താണ്? അങ്ങനെ പോലീസിനോട് ഇക്കാര്യം അന്വേഷിച്ചിരുന്നോ? പോലീസ് കേസെടുത്തില്ല എന്നുള്ള ആരോപണമാണ് ഈ ഒരു യുവതി ഇപ്പോൾ ഉന്നയിക്കുന്നത്. സംഭവത്തിൽ നമ്മൾ ഈ ഭർത്താവുമായി സംസാരിച്ചപ്പോൾ ഭർത്താവിന്റെ വിശദീകരണം തരുന്നു. തന്റെ പേര് വിളിച്ചത് കൊണ്ടാണ് ബന്ധുക്കളെ ചൊടിപ്പിച്ചത് എന്ന് പറയുന്നത്. അതായത് വീട്ടിനുള്ളിൽ വെച്ച് ഈ യുവതി ഭർത്താവിന്റെ പേര് വിളിച്ചു. അപ്പോൾ അത്തരത്തിലുള്ള ഒരു പ്രകോപനമാണ് ഈ ഒരു മർദ്ദനത്തിലേക്ക് നയിച്ചതെന്നാണ് ഈ ഒരു ഭർത്താവിന്റെ വിശദീകരണം ഉണ്ടായിരുന്നത്. അന്ന് തന്നെ ചവറ പോലീസിൽ ഈ യുവതിയുടെ കുടുംബവും പരാതി നൽകിയപ്പോൾ ആദ്യം കേസെടുക്കാൻ തയ്യാറായില്ല. മരിച്ചിരുന്നു എന്ന് നമ്മൾക്ക് അറിയാൻ കഴിയുന്നു. ശരി, കൈയും കാലും കെട്ടിയിട്ട് മർദ്ദിച്ചു എന്നാണ് യുവതി പരാതിയിൽ പറയുന്നത്. നേരത്തെ തന്നെ ചവറ പോലീസിനെ ഇക്കാര്യം അറിയിച്ചിരുന്നുവെങ്കിലും പോലീസ് കേസെടുക്കാൻ തയ്യാറായില്ല. ഇപ്പോൾ ഇതിന്റെ ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. മുലപ്പാൽ നൽകിയില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഭർതൃവീട്ടുകാർ മർദ്ദിച്ചത് എന്നാണ് യുവതി പരാതി നൽകിയിരിക്കുന്നത്. മറ്റൊരു വാർത്തയിലേക്ക്. മന്ത്രിസ്ഥാനത്ത് നിന്ന് എ കെ ശശീന്ദ്രനെ മാറ്റുവാനുള്ള നീക്കങ്ങൾ NCPയിൽ ഇപ്പോൾ സജീവമാവുകയാണ്. രാജിവെക്കില്ല എന്ന നിലപാടിലാണ് ഇപ്പോൾ എ കെ ശശീന്ദ്രൻ. അങ്ങനെ രാജിവെക്കേണ്ടി വന്നാൽ MLA സ്ഥാനത്ത് നിന്നും മാറി നിൽക്കേണ്ടി വരും എന്നും അങ്ങനെയുള്ള ഭീഷണി കൂടി എ കെ ശശീന്ദ്രൻ ഉന്നയിക്കുന്നുണ്ട്. രാജിവെക്കും MLA സ്ഥാനം എന്നാണ് എ കെ ശശീന്ദ്രൻ പാർട്ടിക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. തോമസ് കെ തോമസ് മുഖ്യമന്ത്രിയെ കാണുന്നുണ്ട്. തോമസ് കെ തോമസിനൊപ്പമാണ് ഇപ്പോൾ സംസ്ഥാന നേതൃത്വം. എ കെ ശശീന്ദ്രന്റെ മന്ത്രിസ്ഥാനത്ത് നീക്കാൻ നേരത്തെ തന്നെ NCPയിൽ നീക്കങ്ങൾ തുടങ്ങിയതാണ്. 2.5 വർഷം വീതം മന്ത്രിസ്ഥാനം പങ്കിടും 2 MLA-മാർ ശശീന്ദ്രനും തോമസ് കെ തോമസും എന്നൊരു ധാരണ ഈ സർക്കാർ തുടക്കം മുതലുണ്ടായിരുന്നുവെന്നാണ് ശശീന്ദ്രന്റെ എതിർവിഭാഗം ആരോപിക്കുന്നത്. നേരത്തെയൊക്കെ NCPയുടെ സംസ്ഥാന അധ്യക്ഷൻ PC ചാക്കോ ഉൾപ്പെടെയുള്ള നേതൃത്വം ഇത് തള്ളിക്കളഞ്ഞാണ്. പക്ഷേ ഇപ്പോൾ ശശീന്ദ്രനെ എതിരെ നിലപാടെടുക്കുന്നവർക്കൊപ്പമാണ് PC ചാക്കോ എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്നലെ PC ചാക്കോ മുഖ്യമന്ത്രിയെ കണ്ട് പാർട്ടിയുടെ ഒരു തീരുമാനം ഇത്തരത്തിലുണ്ട്, ശശീന്ദ്രനെ മാറ്റണമെന്ന നിലപാട് അറിയിച്ചിരുന്നു. എന്നാൽ നിങ്ങളുടെ ആഭ്യന്തര കാര്യമല്ലേ എന്ന് പറഞ്ഞ് മുഖ്യമന്ത്രി അദ്ദേഹത്തെ നിരുത്സാഹപ്പെടുത്തുകയായിരുന്നു. ഏതായാലും വലിയ ചർച്ചകൾ, വലിയ നീക്കങ്ങൾ NCPയിൽ ഇപ്പോൾ നടക്കുന്നുണ്ട്. ശശീന്ദ്രനെ മാറ്റാൻ ലക്ഷ്യമിട്ടുള്ള നീക്കങ്ങൾ തന്നെയാണ് പ്രധാനമായും നടക്കുന്നത്. എന്നാൽ ഒരു കാരണവശാലും മന്ത്രിസ്ഥാനം മാറില്ലെന്ന തീരുമാനത്തിലാണ് ശശീന്ദ്രനുള്ളത്. അങ്ങനെ മന്ത്രിസ്ഥാനം മാറേണ്ടി വന്നാൽ MLA സ്ഥാനം കൂടി രാജിവെക്കുമെന്ന ഒരു ഭീഷണി ശശീന്ദ്രൻ മുഴക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ അത് ഉപതെരഞ്ഞെടുപ്പിലേക്ക് പോകേണ്ടി വരും. അത് ഇടതുമുന്നണിയും CPM ഒന്നും ആഗ്രഹിക്കുന്നില്ല. എന്നോട് പറഞ്ഞിട്ടില്ല, എന്നോട് മന്ത്രിസ്ഥാനത്ത് മാറേണ്ടോ എന്ന് പറഞ്ഞു. കാരണം അങ്ങനെ ഇല്ലാത്തൊരു പ്രശ്നം എന്നോട് പറയാൻ കഴിയില്ലല്ലോ. പാർട്ടിയിൽ ചർച്ച ചെയ്തിട്ടില്ല എന്ന് അദ്ദേഹം വ്യക്തമായ ഒരു കാര്യം, ഇല്ലാത്തൊരു കാര്യം തന്നെ എന്നോട് പറയുന്നത്. ഉള്ള കാര്യമല്ലേ പറയേണ്ടത്. ഇല്ലാത്തൊരു കാര്യം എന്നോട് ഇങ്ങനെയുണ്ട്, ഞങ്ങളിങ്ങനെ ആരും ആലോചിച്ചില്ല എന്നുള്ള കാര്യം നിങ്ങൾ ശ്രദ്ധയപ്പെടുത്തുന്നതാണ് പറയാ.
CPM-ന്റെ പ്രത്യേകിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പിന്തുണ കൂടി ശശീന്ദ്രൻ ഈ വിഷയത്തിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. ഏതായാലും തിരക്കിട്ട രാഷ്ട്രീയ നീക്കങ്ങളാണ് NCP-യിൽ നടക്കുന്നത്. ശരത് പവാറിന്റെ നിലപാട് വളരെ നിർണായകമായിരിക്കും. വൈകാതെ തോമസ് കെ തോമസ് ശരത് പവാറിനെയും അതുപോലെ മുഖ്യമന്ത്രി പിണറായി വിജയനെയും കാണും. ശശീന്ദ്രൻ ഒഴിയേണ്ടി വന്നാൽ, മന്ത്രിസ്ഥാനം ഒഴിയേണ്ടി വന്നാൽ അത് NCP-യിലും ഇടതുമുന്നണിയിലും വലിയ പ്രതിസന്ധിയായി മാറുമെന്ന് ഉറപ്പാണ്. ശശീന്ദ്രനെ രാജിവെപ്പിക്കുവാനുള്ള നീക്കങ്ങൾ NCP-യിൽ ഇപ്പോഴും ശക്തമായി തുടരുകയാണ്. മന്ത്രിസ്ഥാനത്ത് നിന്ന് ശശീന്ദ്രനെ മാറ്റി തോമസ് കെ തോമസിനെ മന്ത്രിയാക്കുവാനാണ് സംസ്ഥാന നേതൃത്വത്തിന് ഇപ്പോൾ താൽപര്യം. സാഹിത്യ അക്കാദമി മുൻ സെക്രട്ടറിയും കോൺഗ്രസിന്റെ മുഖപത്രമായ വീക്ഷണത്തിന്റെ മുഖ്യ പത്രാധിപരുമായിരുന്ന KL മോഹനവർമ്മ BJP-യിൽ ചേർന്നു. രാവിലെ വീട്ടിൽ വെച്ചാണ് BJP അംഗത്വം അദ്ദേഹം സ്വീകരിച്ചത്. ഞാൻ കണ്ടിടത്തോളം ഇങ്ങനെയുള്ള അതിവേഗം മാറിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ ടെക്നോളജിയെ പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളാനും അതിന് നേതൃത്വം കൊടുക്കാനും നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ആ ഒരു കൺസെപ്റ്റ്, ആ ഡെവലപ്മെന്റ്, അതിന്റെ പോക്ക്, ശൈലി ഒക്കെ എനിക്ക് വളരെ എന്താ പറയുക ബഹുമാനപൂർണമായിട്ട് ഉൾക്കൊള്ളാൻ കഴിഞ്ഞു. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ പിന്തുണച്ചത് ആവർത്തിക്കുകയാണ് കോൺഗ്രസ് നേതാവ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. വിദ്യാഭ്യാസ മേഖലയിൽ ശുദ്ധീകരണത്തിന് ശ്രമിച്ചയാളാണ് ഗവർണർ എന്നാണ് തിരുവഞ്ചൂരിന്റെ നിലപാട്. അദ്ദേഹം ഗവർണറായി തുടരണമെന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നുവെന്ന് തിരുവഞ്ചൂർ പറയുന്നു. ഗവർണർക്ക് സംരക്ഷണം നൽകേണ്ട സർക്കാർ ഗവർണറെ തടയാൻ ആളെ വിട്ടുവെന്നും എല്ലാ നിലപാടിനെയും പിന്തുണയ്ക്കുന്നില്ലെന്നും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ കൂട്ടിച്ചേർക്കുകയുണ്ടായി. ഇന്നാണ് ഗവർണർ പദവിയിൽ ആരിഫ് മുഹമ്മദ് ഖാന്റെ കാലാവധി അവസാനിക്കുന്നത്. കോട്ടയം സൂര്യകാലടി മലയിൽ ഇന്നലെ നടന്ന പരിപാടിയിൽ വെച്ചാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഇനിയും തുടരണം, അദ്ദേഹം അങ്ങനെ തുടരണമെന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എന്ന വിവാദ പരാമർശം തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA നടത്തിയത്. സംസ്ഥാനത്ത് കോൺഗ്രസിന്റെ അടക്കം നിലപാട് പലപ്പോഴും ഗവർണർക്കെതിരാണ്. സംസ്ഥാന സർക്കാർ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ വലിയ സമരം നടത്തുന്നു. SFI അടക്കമുള്ള സംഘടനകളുടെ തെരുവിലെ പ്രതിഷേധവും തടയലും ഒക്കെ വലിയ വാർത്തകളിൽ ഇടം പിടിച്ചതാണ്. ഇതിനെല്ലാം പിന്നാലെ ഗവർണർ അനുകൂല നിലപാടുമായി തിരുവഞ്ചൂർ രംഗത്ത് വന്നത് വിവാദമായിരുന്നു. എന്തായാലും ഈ നിലപാടിനോട് അദ്ദേഹം വീണ്ടും അനുകൂലിക്കുന്ന നിലപാടാണ് രാവിലെ മാധ്യമങ്ങളെ കണ്ടപ്പോഴും വ്യക്തമാക്കിയത്. ഗവർണറെ തുടരണമെന്ന് വലിയൊരു വിഭാഗം ജനം ആഗ്രഹിക്കുന്നതായി അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. വിദ്യാഭ്യാസ മേഖലയിൽ വലിയ ശുദ്ധീകരണം നടത്തിയ നേതാവാണ് ആരിഫ് മുഹമ്മദ് ഖാൻ എന്നത് അടക്കമുള്ള കാര്യങ്ങളും തിരുവഞ്ചൂർ ചൂണ്ടിക്കാണിക്കുകയാണ് ചെയ്തത്. അദ്ദേഹം എടുത്ത ചില നടപടികളുടെ ജനങ്ങൾക്ക് യോജിപ്പില്ല, ഞങ്ങൾക്കും വിയോജിപ്പുണ്ട്. പക്ഷേ ചില നടപടികളുടെ ഞങ്ങൾക്ക് യോജിപ്പുമുണ്ട്. അദ്ദേഹം നമ്മളുടെ വിദ്യാഭ്യാസ രംഗത്ത്, പ്രത്യേകിച്ച് സർവകലാശാല വിദ്യാഭ്യാസ രംഗത്ത് ചില കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ അധികാരം നടപ്പാക്കുന്നതിന് വേണ്ടി ഒരു ശ്രമം നടത്തിയിരുന്നു. ആ ശ്രമത്തിൽ അദ്ദേഹത്തിന് പൂർണ്ണമായി വിജയിക്കാൻ കഴിഞ്ഞില്ല. എന്നാൽ പോലും കേരളത്തിലെ പൊതുസമൂഹത്തിൻ്റെ ഒരു വികാരം പുറത്ത് അറിയിക്കാൻ അദ്ദേഹത്തിന്റെ നിലപാട് കൊണ്ട് കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. എന്തായാലും മന്ത്രി VN വാസവൻ അതേസമയം ഇതിനെ എതിർക്കുകയാണ്. തിരുവഞ്ചൂരിനുള്ള പ്രത്യേക താല്പര്യങ്ങളാണ്, അദ്ദേഹത്തിന് എന്തെങ്കിലും BJP താല്പര്യമുണ്ടോ എന്ന് ആരെങ്കിലും സംശയിച്ചാൽ അവരെ കുറ്റം പറയാൻ കഴിയില്ല എന്നുകൂടി വാസവൻ പറയുന്നു. സർക്കാരിന്റെ ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ നേട്ടങ്ങളെല്ലാം അത് സംസ്ഥാന സർക്കാരിന്റെ നേട്ടങ്ങളാണ് എന്നുകൂടി മന്ത്രി VN വാസവൻ പറഞ്ഞു വെക്കുകയാണ് ചെയ്തത്. ഇല്ല, അത് അദ്ദേഹത്തിനെ സംബന്ധിച്ചോളം മറ്റേതെങ്കിലും തരത്തിലുള്ള താല്പര്യങ്ങളുടെ ഭാഗമാകാം. തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധ മാർച്ചാണ്. അവിടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുകയാണ്. MM ഹസൻ സംസാരിച്ചതിന് പിന്നാലെയാണ് ഇപ്പോൾ ബാരിക്കേഡുകൾ മറികടന്ന് മുന്നോട്ട് കടക്കുവാനായിട്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ശ്രമിച്ചത്. സെക്രട്ടേറിയറ്റിനുള്ളിലേക്ക് കടക്കുവാനുള്ള യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ ശ്രമമാണ് പോലീസ് ഇപ്പോൾ തടയുന്നത്. ജലപീരങ്കി പ്രയോഗിക്കുകയാണ് പോലീസ്. അല്പസമയം മുമ്പാണ് പ്രതിഷേധ പ്രകടനം സെക്രട്ടേറിയറ്റിന് മുന്നിൽ എത്തിയത്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിലും വൈസ് പ്രസിഡന്റ് അബിൻ വർക്കിയും MM ഹസനും ഈ മാർച്ചിൽ ഉണ്ടായിരുന്നു. ഇവർ സംസാരിച്ചതിന് ശേഷമാണ് ഇപ്പോൾ പ്രവർത്തകർ ബാരിക്കേഡ് മറികടന്ന് മുന്നിലേക്ക് പോകുവാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് തടയുവാനാണ് പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചത്.
മോൻ്റെ ആക്കും ആർക്കും മോൻ്റെ ആക്കും ലോക്കല്ലെങ്കിൽ ഒരു തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റ് മുന്നിലേക്ക് യൂത്ത് കോൺഗ്രസിന്റെ മാർച്ചിൽ ചെറിയ രീതിയിലുള്ള സംഘർഷം നടക്കുകയാണ്. പോലീസുമായുള്ള ഉന്തും തള്ളുമുണ്ട്. അവിടെ ജലപീരങ്കി പലതവണ പോലീസ് പ്രയോഗിച്ചു. ഇപ്പോഴും യൂത്ത് കോൺഗ്രസിന്റെ മാർച്ച് അവസാനിച്ചിട്ടില്ല. സ്വർണം വെള്ളി നിരക്കുകൾ കൂടി നോക്കാം.